ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോയേക്കാം. വൈറ്റ് പേപ്പറോ വരട്ടെ, ഞങ്ങൾ മര്യാദകേടെ അതിന്റെ പേര് നിയുക്ത MLA എന്നാക്കരുത്. താങ്കൾ പിടിച്ച കാവിക്കൊടി നിറം മാറിയെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണ്ട. താങ്കളുടെ പാർട്ടിയുടെ നിലപാട് പറയാൻ അധികം ഞാൻ കൃത്യമായിട്ട് പറയും. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇപ്പോൾ CPM-ന്റെ മുതിർന്ന നേതാവ് MM മണിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് സതീശന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ച് ഇറങ്ങിപ്പോയപ്പോൾ ഖജനാവിന്റെ സ്ഥിതി എന്താണെന്ന് മണിയാശാന് നല്ല ബോധ്യമുള്ളത് കൊണ്ടായിരിക്കും. ഭരിച്ചു മുടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയിട്ടുള്ളതെന്നും നയാ പൈസ ബാക്കിയില്ല എന്നുള്ള കോൺഫിഡൻസ് ആണല്ലോ മണിയാശാനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കും. എനിക്കൊന്ന് CPM-ൽ 2 പക്ഷമുണ്ട്. തോറ്റു എന്ന് അംഗീകരിക്കുന്നവരും ഞങ്ങൾ തോറ്റിട്ടില്ല, ജനങ്ങളാണ് തോറ്റത് എന്ന് വിശ്വസിക്കുന്നവരും. അതിൽ ജനങ്ങളാണ് തോറ്റത് എന്ന് വിശ്വസിക്കുന്ന വർഗ്ഗത്തിൽപ്പെട്ട ഒരാളുകളാണ്, ഭാഗത്തിൽപ്പെട്ട ആളാണ് അരുൺകുമാറിനെ പോലെ. എന്റെ പ്രിയ സുഹൃത്ത് അരുൺകുമാറിനൊക്കെ CPM തോറ്റു എന്ന് വിശ്വസിപ്പിക്കാനാണ് വലിയ പ്രയാസം. അവൻ ഇപ്പോഴും കുറ്റം മുഴുവൻ ജനങ്ങളെ തയ്യിൽ വെക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് ഇരുന്നിട്ട് സ്വന്തം പാർട്ടിക്ക് പറ്റിയത് എന്താണെന്ന് ആത്മപരിശോധന നടത്തേണ്ട ഒരു സമയമല്ലേ? ഒരുമാതിരി മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത്. അങ്ങനെയാണല്ലോ ഒരു പരീക്ഷ 10ാം ക്ലാസ് പരീക്ഷയിൽ വലിയ തോതിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്ത ഒരു കുട്ടി ആത്മപരിശോധന ഒന്നും നടത്താതെ മുഴുവൻ കുറ്റവും ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും അതിട്ട ടീച്ചറെയും പറയുന്ന രീതിയിലല്ലേ ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. അരുൺകുമാറിനൊന്നും ആ തോറ്റത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ആ മുഖഭാവവും ശരീരഭാവവും ഭാഷയും കണ്ടാൽ അറിയില്ലേ? ഇപ്പോഴും 10 വർഷത്തെ ധാർഷ്ട്യവും ധിക്കാരവും കടന്ന അതേ രീതിയിലല്ലേ ഇപ്പോഴും പെരുമാറുന്നത്. നിങ്ങളൊന്ന് താഴേക്ക് വാ, നിങ്ങളൊന്ന് ആകാശത്തിന് താഴേക്ക് വാ. നിങ്ങൾ തോൽപ്പിച്ചു ജനം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ തോൽപ്പിച്ച് അല്ല, ഞാൻ പറയുന്നത് ഞാൻ ആസ് എ പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് ഞാൻ പറയാം കേട്ടോ. ഞാൻ ഇനി CPM-ന് കേരളത്തിൽ ഒരു തിരിച്ചുവരവില്ല ശശി എന്നാണ് എനിക്ക് അവർ പറയുന്നത്. പറ്റുന്ന വർത്താനം പറയരുതേ, പറയിപ്പിക്കുകയാണല്ലോ. എന്താ, അവർക്ക് ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ല. ഒരു ഇലക്ഷനിൽ ജയിക്കണമെങ്കിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശേഷി ഇൻഫ്രാസ്ട്രക്ചർ CPM നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കേരളത്തിലും ഇല്ല, ബംഗാളിലും ഇല്ല, ത്രിപുരയിലും ഇല്ല. ത്രിപുരയിൽ ഇതിന് സമാനമായ അവസ്ഥയിലേക്ക് CPM പോയിരിക്കുന്നു. CPM-ന്റെ വോട്ട് ബാങ്ക് സംഘപരിവാറിലേക്ക് പോകുന്നു. അതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നതാണ്. CPM പിന്നെ എന്താ പറയാ, ചെങ്കൊടി പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ കാവിക്കൊടിയായി മാറുന്നതാണ് കാണുന്നത്. മനസ്സിലായില്ലേ? ചുവപ്പ് നരച്ചാൽ കാവിയാകും എന്ന് പറയുന്നതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളെ ആശങ്കപ്പെടുന്നത്, കേരളത്തിലെ പൊതുസമൂഹത്തെ ആശങ്കപ്പെടുന്നുണ്ട്. അവിടെ നിന്നോണ്ട് എന്നെ നോക്കി ചിരിക്കുക. കേരളത്തിലെ ഇവർക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് തോറ്റു എന്ന് ലളിതവും യുക്തവുമായിട്ടുള്ള ഭാഷയിൽ പറയാൻ അവർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. അവരിപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കുറ്റം പറയാണ്. നിങ്ങൾ സ്വയം ഒന്ന് തിരുത്തണം. എന്തുകൊണ്ട് തളിപ്പറമ്പിൽ തോറ്റു? നിങ്ങൾ തോൽക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ഗോവിന്ദമാഷ വാരി നിർത്തിയത് കൊണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്ന് പാർട്ടിക്കാർ തന്നെ സമ്മതിച്ചു പോലെയല്ലേ നിങ്ങൾ തോൽവി? കുഞ്ഞികൃഷ്ണൻ ജയിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. CPM-ന്റെ ഇത്രയും വലിയ CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളെ പയ്യന്നൂർ നിങ്ങൾ തോൽക്കണമെങ്കിൽ ധനരാജ് എന്ന് പറയുന്ന CPM പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ നിങ്ങൾ പിരിച്ച രക്തസാക്ഷി ഫണ്ട് നിങ്ങൾ തന്നെ തട്ടിയെടുത്തു എന്ന് നിങ്ങളുടെ സഖാക്കൾ തന്നെ വിശ്വസിച്ചുകൊണ്ടല്ലേ നിങ്ങൾ തോറ്റുപോയത്? ഒരു കൈവതം നിങ്ങളെ മടുത്തു ജനങ്ങൾ. നോക്ക്, ഞാൻ അവിടെ പോകുന്ന സ്ഥലത്ത് വികസനം എന്തെന്ന് എന്നും എത്തി നോക്കാത്ത പ്രദേശങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കി കൊടുത്തിട്ടില്ല. ഇവിടെ ഇരുന്നിട്ട് ഈ പുരപ്പുറത്ത് കയറി ഗീർവാണ പ്രസംഗത്തിനപ്പുറം സാധാരണക്കാരുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ആ പാർട്ടി ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഒരു സ്വാതന്ത്ര്യത്തിന് മോചനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള വോട്ടാണ്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനെ കുറിച്ച് പോലും പാർട്ടിക്കുള്ളിലുള്ള സംഘർഷത്തെ കുറിച്ച് എന്താ നമ്മൾ പറയാത്തത്? അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവായിരിക്കാൻ എന്ത് അർഹതയുള്ളത്? ധർമ്മടത്ത് മുക്കിയും മൂളിയല്ലേ അദ്ദേഹം ജയിച്ചത്? മുക്കിയും മൂളിയും ആദ്യത്തെ 6 റൗണ്ടിൽ ഞങ്ങളുടെ ചെറുപ്പക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥിയോട് അബ്ദുൾ റഷീദിനോട് എങ്ങനെയാണ് അദ്ദേഹം പിന്നിട്ടുന്നത്? ഇതിലും വലിയ നാണക്കേട് അദ്ദേഹത്തിന് ഉണ്ടാവാൻ. ധർമ്മടത്ത് നിങ്ങൾ ആലോചിക്കണം, ധർമ്മടത്ത് 6 റൗണ്ട് പിന്നിട്ടുന്ന ഒരു മാന്യം പറയാണ് ഞങ്ങൾ തിരിച്ചു വരുമെന്ന്. സ്വന്തം നാട്ടുകാർക്ക് പോലും വിശ്വാസമില്ല. സ്വന്തം നാട്ടുകാർക്ക് പോലും വിശ്വാസമില്ല. മുക്കിയും മൂളിയും ജയിച്ചിട്ട് ഇനി നാണമില്ലാതെ, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല, പക്ഷേ ധാർമ്മികമായി പ്രതിപക്ഷത്തിരിക്കാൻ അദ്ദേഹത്തിന് നേതാവിട്ടിരിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം അതൊന്ന് മാറി നിൽക്കുകയെന്ന് വേണ്ടിയിരുന്നു. പക്ഷേ CPM-ന്റെ അവസാനം കണ്ടിട്ടേ പോകുന്ന അദ്ദേഹം തന്നെ നിശ്ചയിച്ചുകൊണ്ടായിരിക്കും. ഇതൊരു നടത്തു പോണ മാതിരില്ല. അരുൺകുമാർ, കടുത്ത വിമർശനമാണ് ഉന്നയിക്കപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ എത്തിയതിനെ കുറിച്ച് പോലും പരിഹാസം കലർന്ന വിമർശനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ 21,000 രൂപ ആദ്യ ക്യാബിനറ്റിൽ നൽകും എന്ന് VD സതീശൻ ഉറപ്പു നൽകി എന്ന് പറയുന്നതിന് ആധികാരികമായ എന്താണ് നിങ്ങളുടെ കൈവശമുള്ളത്? വർധനയുണ്ടാകും എന്നതിനപ്പുറത്തേക്ക് ഒറ്റയടിക്ക് 21,000 രൂപയും വർദ്ധിപ്പിച്ചു നൽകും എന്ന് പറഞ്ഞിരുന്നോ പ്രതിപക്ഷം? ഞാനതിലേക്ക് വരാം. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു തോറ്റു എന്ന് സമ്മതിക്കുന്നില്ല, ജനങ്ങളാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ ആ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ കരുതി വെച്ചിരിക്കുന്നതെല്ലാം ഈ ചർച്ചയിൽ അവസരോചിതമല്ലാതെ തന്നെ കൊണ്ടുവന്നത് മുഴുവൻ ഞാൻ പറഞ്ഞു പോകും എന്നതാണ്.
ഏതെങ്കിലും തരത്തിൽ തോറ്റിട്ടില്ല എന്നോ ഈ പറഞ്ഞ ആരോപണം എന്തെങ്കിലും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നോ? ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ 2 ചോദ്യമാണ് ചോദിച്ചത്. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട് 1937 പ്രമേയത്തിൽ നിന്നും മാറ്റം വന്നോ? മറുപടി പറഞ്ഞോ അവർ? താങ്കൾ വീണ്ടും ചോദിച്ചുമില്ല. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ഞങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അത് വലിയ കുറ്റം രൂപത്തിൽ താങ്കൾക്ക് വീണ്ടും അതിൽ ഒരു ചോദ്യമില്ല. രണ്ടാമത്തെ ചോദ്യം എന്താ? ഞാൻ രണ്ടാമത്തെ കൃത്യമായി ശ്രീ എൻ ശ്രീകുമാറോട് ചോദിച്ചു, കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചു. അങ്ങ് കേട്ടതാണ്. ശ്രീ എൻ ശ്രീകുമാർ അത് ഇല്ല എന്ന് പറയില്ല എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ചോദിച്ചു, എനിക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അല്ല, ഇങ്ങനെയല്ലല്ലോ ചോദിക്കാറ്. ആ ചോദിച്ചാൽ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ ഇങ്ങനെയല്ലല്ലോ ഇടപെടാറ്. ആ ചോദ്യം ചോദിച്ചു, ഉത്തരം ഈ പറയാതെ തെന്നിമാറി CPM-നെ കുറെ ആക്രമിച്ചു, ഇടതുപക്ഷത്തിനെ കുറെ ആക്രമിച്ചു, താങ്കൾക്ക് സന്തോഷമായി, ഒരു ഉപചോദ്യമില്ല. പക്ഷെ CPM-ന്റെ പ്രതിനിധിയോട് താങ്കൾ ഇങ്ങനെയല്ലല്ലോ. 10ഉം 20ഉം ഉപചോദ്യം ചോദിച്ച ചോദ്യങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ട്. അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ഞങ്ങൾക്കതിൽ പരാതിയൊന്നുമില്ല. ഞങ്ങൾ ഈ രാഷ്ട്രീയപരമായിട്ട് പറയേണ്ട അഭിപ്രായം പറഞ്ഞു. ഉത്തരവാദിത്തം അല്ല സന്ദീപേ, അത് കൈവശം വച്ചാൽ മതി. ഞാൻ എന്റെ സംസ്കാരത്തിനും എന്റെ രീതിക്കും അനുസരിച്ച് താങ്കൾ പല പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല അത് താങ്കൾ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചത്. സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ഒറ്റ മിനിറ്റ്. താങ്കൾ പിടിച്ച കാവിക്കൊടി അങ്ങ് മങ്ങിയപ്പോ ഏത് കൊടിയായ അറിയാം, കേരളത്തിലെ ജനതയ്ക്കും അറിയാം. അതുകൊണ്ട് അല്ല, ഏത് കാടിൽ ഇരുന്നാലും താങ്കൾ പിടിച്ച കാവിക്കൊടി നിറം മാറിയെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കണ്ട. താങ്കളുടെ പാർട്ടിയുടെ നിലപാട് പറയാൻ അധികം ഞാൻ കൃത്യമായിട്ട് പറയും. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടുകൂടി എല്ലാം അങ്ങ് പോയി എന്ന് പറഞ്ഞ് മുദ്ര കുത്തുവാണെങ്കിൽ അങ്ങ് മുദ്ര കുത്തിക്കോ. ഇതിലും വലിയ തോൽവി ഞങ്ങൾ തോറ്റിട്ടുണ്ട്. 1977 വർദ്ധിത വീര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയും ഇപ്പൊ 35 സീറ്റേ ഉള്ളൂ. അതുകൊണ്ട് CPM അങ്ങ് മിണ്ടാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ അതങ്ങ് മടക്കി 4 മടക്കി പോക്കറ്റിൽ വെച്ചോ. നീ വിഷമിക്കേണ്ടി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറയും, അഭിപ്രായം പറയും, കൃത്യമായിട്ട് ഉയർന്നു വരുന്ന ഓരോ വിഷയത്തിലും അന്തസ്സോടെ നിലപാട് പറയും. ഞാൻ പറയട്ടെ, താങ്കൾ അങ്ങ് ബുദ്ധിമുട്ടല്ലേ? ഒറ്റ മിനിറ്റ്. 3 തവണ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു, ഏത് ഒന്നുമില്ലാത്ത ഖജനാവ് 6300 കോടി രൂപ ഈ ഖജനാവിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഏപ്രിൽ കുടക്കേണ്ട മുഴുവൻ ചുമതലയും നിർവഹിച്ച് പെൻഷനും അതുപോലെ കുടിശ്ശികയും മറ്റെല്ലാം കൊടുത്ത് 6300 രൂപ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവെന്ന് ഇവർ വിശേഷിപ്പിക്കപ്പെടുന്ന ഖജനാവിലുണ്ട്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയട്ടെ. നിങ്ങൾ ധവളപത്രം ഇറക്കുന്നതിന് 2 ലക്ഷം അല്ല, നിങ്ങൾ ഇടപെടലേ. ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോയേക്കാം. മാന്യമായി സമയം തന്നെ. ഇത്രയും നുണയും ആക്ഷേപവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും കോൺഗ്രസ് പ്രതിനിധി പറയുമ്പോൾ സംഗീതം പോലെ കേട്ടിരുന്നു താങ്കൾ. ഒരക്ഷരം താങ്കൾ ഇടപെട്ടിട്ടില്ല. വീണ്ടും പറയാൻ അവസരം ചോദിച്ചപ്പോൾ 3 തവണ അവസരം കൊടുത്തു. ഒന്ന് കേൾക്കാൻ, അല്ലെങ്കിൽ ഞാൻ ചർച്ചയിൽ നിന്ന് പോയേക്കാം. വൈറ്റ് പേപ്പർ വരട്ടെ. ഒറ്റ മിനിറ്റ്. വൈറ്റ് പേപ്പറോ വരട്ടെ. ഞങ്ങൾ അങ്ങനെ ചെയ്യരുത്. അദ്ദേഹം അങ്ങ് സംസ്ഥാന സമിതി ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങ് ഒരുപാട് തവണ ഇടപെടുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് ന്യായമാണ്, ജനാധിപത്യപരമാണ്. ഇനി ഇടപെടരുത്. കഷ്ടാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോയെന്ന് വിചാരിച്ചാ മതി, നീ കരയണ്ട. മര്യാദകേടെ അതിന്റെ പേര് നിയുക്ത MLA എന്നാക്കരുത്. ഒരു ഘട്ടത്തിൽ പോലും താങ്കൾ ഇത്ര നുണയും പരസ്പര വിരുദ്ധമായ ആക്ഷേപം പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ജനസേവന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ഒന്ന് നിർത്തലാക്കണം. അതിന് ബുദ്ധിമുട്ടാണ്, പണമില്ല എന്ന് വരുത്തി. കേരളത്തിലെ മുൻ ധനകാര്യമന്ത്രി പറഞ്ഞല്ലോ ഇത്ര കോടി രൂപയുണ്ട്. ഇല്ല എന്ന് നിഷേധിച്ചോ? പുതിയ ധനകാര്യമന്ത്രി നിഷേധിച്ചോ? മുഖ്യമന്ത്രി നിഷേധിച്ചോ? അപ്പോ ഇവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തത് ധനകാര്യ സ്ഥിതി മോശമാണ് എന്നതുകൊണ്ട് വരുത്തണം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ അത് അവസാനിപ്പിക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരാൻ വേണ്ടി ഒരു കാരണം കണ്ടെത്തണം. അതിനുവേണ്ടി ധവളപത്രോ ഏത് പത്രം കണ്ടെത്താൻ നോക്കുന്നു? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. 6300 കോടി രൂപ എല്ലാ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് കോൺഗ്രസ് പ്രതിനിധി പറയുന്നത് നിങ്ങൾ ഭരിച്ചു മുടിച്ച. അതുകൊണ്ട് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിട്ട് തുടരും. ഞങ്ങൾ ഒരു അനാവശ്യ സമരത്തിനും പോകില്ല, ഒരു കോടതിയിലും ഞങ്ങൾ പോകില്ല. അത്രയ്ക്ക് വേണോ സഖാവേ? തള്ളി മലത്താണല്ലോ. എന്താണ് പറയുന്നത്? ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ 21,000 രൂപയും നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് സമരപന്തലിൽ പോയി പറഞ്ഞിരുന്നോ? 21,000 അല്ല, ഗഡുക്കളായി വർദ്ധിപ്പിക്കുമാണ് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ താങ്കൾ സാധൂകരിച്ചോ? VD സതീശൻ സമരപന്തലിൽ പോയി പറഞ്ഞത് ആദ്യ ക്യാബിനറ്റിൽ നിങ്ങളുടെ ഈ ഓണറേറിയത്തിൽ വർധനയുണ്ടാകും എന്നാണ്. 100% ഞാൻ യോജിക്കുന്നു.
ഇനി അങ്ങ് അയച്ചു തന്ന വീഡിയോ ആണെങ്കിൽ അത് കേൾക്കുകയും ചെയ്യാം. 2026 UDF ഗവൺമെന്റ് വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ തീരുമാനമുണ്ട്. ആ വീഡിയോയുടെ പുറത്ത് ആശാ വർക്കർമാർക്ക് 21,000 രൂപ അനുവദിക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് അങ്ങയുടെ പാർട്ടിയുടെ സൈബർ വിഭാഗം എഴുതി വെച്ചതാണ്, വി.ഡി. സതീശൻ പറഞ്ഞതല്ല. എന്താ ഉറക്കം വരുന്നു. നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കും. എത്ര വർദ്ധിപ്പിച്ചാലും 21,000 രൂപയായി വർദ്ധിപ്പിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന് നിരന്തരം പത്രസമ്മേളനം നടത്തി പറഞ്ഞ SCCIയുടെ സമര നേതാക്കന്മാർ പറയട്ടെ. ഞങ്ങൾ 21,000 ആവശ്യപ്പെട്ടിട്ടില്ല, അവർ 21,000 നിന്ന് പിന്നോട്ടില്ല എന്ന് ഇപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്. ഈ ഓണറേറിയത്തിൽ വർധനയുണ്ടാകും എന്നാണ്. 21,000 രൂപയായി വർദ്ധിപ്പിക്കും എന്ന കാര്യം ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. അല്ല എങ്കിൽ വരും ദിവസങ്ങളിലാണെങ്കിലും ആ ചോദ്യം ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. 21,000 രൂപ വർദ്ധിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് എന്ന് വാദിക്കുകയാണെങ്കിൽ പറഞ്ഞത് അങ്ങാണ് എനിക്ക് അയച്ചു തന്നത്. പറഞ്ഞത് അയച്ചു തരാനുള്ള ബാധ്യത അങ്ങയുടേതാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. വർധനവ് ഉണ്ടാകും എന്ന് പറഞ്ഞത് താങ്കൾ ഒരു വാചകം കാണിക്ക്. വർധനവ് എന്നല്ല, നിങ്ങളുടെ ആവശ്യം പരിഗണിക്കും, നിങ്ങളുടെ ആവശ്യം പരിഹരിക്കുമെന്നാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ നിങ്ങളുടെ ആവശ്യം പരിഹരിക്കുമെന്ന് പരിഗണിച്ചില്ലേ? ഞാൻ 2,500 രൂപ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് ഇടതുപക്ഷം പ്രഖ്യാപിച്ചിരുന്നില്ലേ? അത് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണോ ചെയ്തത്? ഏറ്റവും അവസാനവും 2,000 രൂപയിലേക്കല്ലേ അത് കൊണ്ടുവന്നെത്തിച്ചത്? അല്ലാതെ ആദ്യ മന്ത്രിസഭ കൂടിയപ്പോൾ അത് കൂടുകയാണോ ചെയ്തത്? സർക്കാരിന് ഒരു ചട്ടപ്പടിയില്ലേ? ദൈവമേ ഇവിടെ നിന്ന് നാശമാക്കും. ആ ചട്ടപ്പടി ഉണ്ടെന്ന് അംഗീകരിച്ചാൽ മതി. ഞങ്ങൾക്ക് അല്ല, നിങ്ങളാണ് അംഗീകരിക്കേണ്ടത്. നിങ്ങൾ 2,500 രൂപ രണ്ടാം പിണറായി സർക്കാർ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ അംഗീകരിച്ചു കൊടുത്തോ? 2,500 രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തോ? അങ്ങനെയാണോ പദ്ധതികൾ ആവിഷ്കരിക്കുക? ഇതിൽ തന്നെ 21,000 രൂപ ആദ്യ ക്യാബിനറ്റിൽ അനുവദിക്കുമെന്ന് പറഞ്ഞല്ലേ അങ്ങനെ എനിക്ക് അയച്ചു തന്നത്? അതിന് മുകളിൽ പച്ച മലയാളത്തിൽ നിങ്ങളുടെ സൈബർ സഖാക്കൾ എഴുതി വെച്ചതല്ലേ 21,000 രൂപ എന്ന് വി.ഡി. സതീശൻ പറയുന്നതുണ്ടോ? നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ? ജീവനക്കാരായി അംഗീകരിക്കുന്നതടക്കം നിങ്ങളുടെ ആവശ്യം പരിഹരിക്കുമെന്ന് പ്രസംഗിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ വൈറ്റ് വാഷ് ചെയ്യും. ഇവിടെ ഒരു വൈറ്റ് വാഷില്ല. നിങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ മാധ്യമങ്ങൾ വൈറ്റ് വാഷ് ചെയ്യുന്നു, മറ്റുള്ളവർ അധികാരത്തിലിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു വൈറ്റ് വാഷ് ചെയ്യുന്നു. ആ നിലയ്ക്ക് അധിക്ഷേപിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.